ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേരൻസ് ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ദിവസമാണിത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തു. അവർ പല പ്രാവശ്യം ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫ്ലാറ്റിൽ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എൻ്റെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി പിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ സമയം ഒരു 4:10 അപ്പോൾ അവരെ ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്കാണ്. സോ ആ ടൈമിനുള്ളിൽ നമുക്ക് ചായ എടുക്കാം. അപ്പോൾ ചായയോടൊപ്പം കടിയായിട്ട് മോമോസ്. ഇത് നമുക്ക് ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടില്ല, അപ്പോൾ അത് സ്റ്റീം ചെയ്തെടുത്താണ്. അപ്പോൾ കഴിച്ചാലും. പുളിശ്ശേരി, ചെമ്മീൻ റോസ്റ്റ്, ചോറ്, ചിക്കൻ ഫ്രൈ, ചീരത്തോരൻ. ഇതായിരുന്നു ഡിന്നർ മെനു. വെയിലില്ല, പക്ഷെ നല്ല ബ്രൈറ്റ്, നല്ല ലൈറ്റ് ഉണ്ട്. ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട്. ഇന്നലെ രാത്രി നല്ല ഇടിവെട്ടും മിന്നലായിരുന്നു. എന്നിട്ട് മഴ ഒരു പാതിരാത്രിക്കായപ്പോൾ മഴ തുടങ്ങി നന്നായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ലെറ്റ്സ് മേക്ക് ചായ, കാപ്പി ആൻഡ് പുട്ടും കടലയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ തുടങ്ങട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ സൂവിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എത്തിയിട്ട് ഇവിടുത്തെ സൂ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ രാവിലെ നല്ല ക്ലൈമറ്റ്, വെയിലില്ല മഴയില്ല, അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മനു കാറ് പാർക്ക് ചെയ്യാൻ പോയേക്കാം. ഞങ്ങളിനി ടിക്കറ്റ് എടുക്കാൻ പോവാം. ക്യൂവിൻ്റെ തിരക്ക് നോക്കി ഞാൻ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കണ്ടോ, ക്യൂ ആണ് ഈ കാണുന്നത്, നല്ല ക്യൂ. അപ്പോൾ ബഗ്ഗി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോയി. മിക്കവാറും ഞങ്ങൾ ഇവിടെ നിന്ന് മാറി ഇവിടെ ആർട്ട് ഗാലറി മ്യൂസിയം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോവായിരിക്കും. ഭയങ്കര തിരക്ക്. മ്യൂസിയത്തിൽ സൂവിൽ പോകാൻ പറ്റാഞ്ഞ സങ്കടം ഞങ്ങൾ അക്വേറിയത്തിലും മ്യൂസിയത്തിലും പോയി തീർക്കും. ഈ കാണുന്നത് ഒരു വെയിലിൻ്റെ ജോബോണാണ്, താടിയല്. എന്തോ ചെറിയ ഇത് ജപ്പാൻ ആട് കണ്ട് പോത്ത് പോലെ ഉണ്ടല്ലേ. ജപ്പാൻ ആടിൻ്റെ സ്കെൽറ്റൺ. ദിസ് ഇസ് മലയൻ ടാപ്പർ, നീർപ്പന്നി. പക്ഷെ നല്ല സൈസുണ്ട്. ഇന്ത്യൻ വൈൽഡ് ആസ്, കഴുത. ഇത് കാട്ടി ഗോൾ, നല്ല എന്ത് സൈസാണ് നോക്കിയത്. അയ്യോ, ഇത് ആനയാണെന്ന് തോന്നുന്നു. ഇതല്ലോ, ഇത് ഒറിജിനൽ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടത് ഒറിജിനല്ല. ഇത് ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്കെൽറ്റനാണ്. ഇത് മാർത്താണ്ഡവർമ്മ തമ്പുരാന് സയൻറ്റിഫിക് സ്റ്റഡിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ആനക്കൊമ്പ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഹ്യൂമൻ സ്കെൽറ്റൻ. പല ടൈപ്പ് കിളികളാണ് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് ഏതൊക്കെയാ കിളികൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. കുറേയൊക്കെ കണ്ട ഏകദേശം ഒരേപോലെയുണ്ട്. ഇവിടെയുണ്ട് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിളീസ് ഉണ്ടോ, പല ടൈപ്പ് ഓഫ് മൂങ്ങകൾ. എൻ്റെ കണ്ണ് നോക്കി, കണ്ണൊരു സംഭവം തന്നെയാണ്. ഇത് മറ്റേ ഹാരി പോട്ടറിലെ വൈറ്റ് കളറിലാണെങ്കിൽ ഹാരി പോട്ടറിലെ വൈദവേ. ഇതൊക്കെ ഒറിജിനൽ ഇതാണ് കേട്ടോ, അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒറിജിനൽ കിളികളുടെ ബോഡിയും എല്ലാമാണ്. അത് കാരണം കളറൊക്കെ ഫെയ്ഡായിപ്പോയി. ഇത്രയും മേ ബി ആ പ്രിസർവ് ചെയ്തതിൻ്റെയും പിന്നെ ഇത്രയും സമയമായതിൻ്റെയൊക്കെ ആയിരിക്കും. ഈഗിൾ, വൾച്ചർ,
സൂ ആനിമൽസ്, ടൈഗർ, പാമ്പ്. ഒരു സൂവിൽ പോകാൻ പറ്റാൻ സങ്കടം തീർത്തോ അമ്മ. എല്ലാത്തിനെയും കണ്ടോളൂ. ഇത് പൂച്ചയോ, കാട്ടുപൂച്ച. ഇത് ഭയങ്കര റിയലിസ്റ്റിക് കണ്ടോ ഇത് സ്റ്റാറ്റസ്. ഈ കാട്ടുപൂച്ച മീനിനെ പിടിച്ചിട്ട്, ഈ കാട്ടുപൂച്ചയുടെ വായിൽ മീനുണ്ട്. ഇതുണ്ടോ അവരുടെ മുഖഭാവം നോക്കിയാൽ ഭയങ്കര എൻ്റെ അമ്മ പേടിയാവുന്നുണ്ട്. പൂച്ചകളാണ്, മീൻപിടിയൻ പൂച്ച എന്നാണ് ഇതിനെ വിളിക്കണേ. ഈ കാറ്റഗറി ഈ ടൈപ്പ് പൂച്ച തന്നെ. കാട്ടുപന്നി, ആട്, ആട്ടിൻകുട്ടി. ഭാഗത്തുണ്ടല്ലോ എല്ലാ ആനിമൽസും എക്സെപ്റ്റ് പാമ്പും ജിറാഫും എല്ലാം ഒറിജിനൽ സ്കിന്നാണ് കേട്ടോ. ഇതെല്ലാം ഒറിജിനൽ സ്കിൻ, അത് സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ് എല്ലാം. നമ്മുടെ പണ്ടത്തെ ഒരു കേരളത്തിലെ ഒരു 4 തറവാടിൻ്റെ ഒരു മോഡൽ. ആർട്ട് ഫോംസ്, കഥകളി, നമ്മുടെ മുദ്ര, പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തിരിമുഖം, മയൂരം, അങ്ങനെ നമ്മുടെ മുദ്രകൾ. ചുവന്ന താടി, മിനുക്ക്, വെള്ളത്താടി. ഓരോ കഥകളിയുടെ ഓരോ ഫോമിനും ഓരോ പേരുണ്ട്. കരി, ഇത് പച്ചയാണ് നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ. പച്ചയും പിന്നെ ഇതും പച്ചയാണല്ലോ. ഇവിടെ ഫിഷസ്, മീനിൻ്റെ സംഭവങ്ങൾ. പെട്ടെന്നൊരു നല്ല കാറ്റ്. ഞങ്ങൾ ഇനി ഈ മ്യൂസിയം അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ സമയം ഉച്ചയായി. ലഞ്ചിന് ട്രിവാൻഡ്രം സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ പഴയിടം റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ആഫ്റ്റർ ലഞ്ച് കുറച്ച് സ്പെയർ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ പോയിട്ട് അവിടെ നിന്നൊരു ലൈം ടീ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊരു മൂവിക്ക് കയറി. പേട്രിയറ്റിനാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഓക്കെ, അപ്പോൾ പേട്രിയറ്റ് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല എന്താണ് കുറേ നെഗറ്റീവ് റിവ്യൂസ് വരുന്നതെന്ന് അറിയില്ല. ആ മൂവിയുടെ ഒരു ഫ്ലോയിൽ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒട്ടും ലാഗ് ഒന്നും തോന്നിയില്ല. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ത്രില്ലിങ് ആയിരുന്നു. കൊള്ളാം. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വിശക്കാറായില്ല. അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് മുന്നേ ശംഖുമുഖം ബീച്ചിൽ കണ്ടോ. ബീച്ചിലൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ഇമ്പീരിയൽ കിച്ചണിലാണ് വന്നേക്കുന്നത്. സോ ഞങ്ങൾ ആദ്യം ഒരു സീ ഫുഡ് പ്ലാറ്റർ പറഞ്ഞു, സൂപ്പ് പറഞ്ഞു, പിന്നെ ഒരു സീ ഫുഡ് പ്ലാറ്റർ പറഞ്ഞു. ഫ്രൈഡ് റൈസ്, ചിക്കൻ ടിക്ക മസാല, പിന്നെ അപ്പം. ഇതാണ് ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത്. ലാസ്റ്റ് ചോക്ലേറ്റ് ബ്രൗണി ആൻഡ് ഐസ്ക്രീം കൂടി ഒരു ഡെസേർട്ടായിട്ട് കഴിച്ചിട്ട് ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ സൺഡേ ആണ് ഇന്ന്. ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. വെട്ടുകാട് പള്ളിയിലാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകാട് ചർച്ച് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അതെന്തായാലും കാണിക്കേണ്ട ഒരു മസ്റ്റായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ പള്ളി പോയിട്ട് വരാം. ബീച്ചിൽ നിന്ന് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടയിലേക്കാണ് പോയത്. ഇത് ഇൻഫോസിസിൻ്റെ അടുത്തുള്ള ശ്രീനന്ദാസ് എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ഷോപ്പാണ്. വെറൈറ്റി ഓഫ് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. ലഞ്ചിന് ചിക്കൻ കറി, ബീൻസ് ഉപ്പേരി, ഫിഷ് ഫ്രൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ചെറിയൊരു ഉച്ചമയക്കവും കഴിഞ്ഞ് ഞങ്ങൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവർ ബാക്ക് ടു എറണാകുളം പോവാണ്. അങ്ങനെ നല്ലൊരു വീക്കെൻഡ് വിത്ത് മൈ പേരൻസ് അവസാനിക്കുകയാണ്. Thank you for watching.